ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं ദത്താത്രേയം അഹം ഭജേത്. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 17 ഭാഗം 2. 4 വിധം ജീവൻ മുക്തന്മാർ. ഞാൻ ചോദിച്ചു, ശ്രീമാൻ, ശ്രീദത്തനെ ഉപാസിച്ചാൽ വേഗത്തിൽ മോക്ഷം ലഭിക്കുമെന്ന് കേൾക്കുന്നു. അതിന് എന്തെങ്കിലും പ്രത്യേക അനുഷ്ഠാനങ്ങളുണ്ടോ? പ്രത്യേക മന്ത്രങ്ങൾ ജപിക്കേണ്ടതുണ്ടോ? എൻ്റെ സംശയങ്ങൾ തീർത്ത് എന്നെ കൃതാർത്ഥനാക്കിയാലും. പ്രസന്നമായ മുഖത്തോടെ ശ്രീ നാമാനന്ദൻ പറഞ്ഞു, എൻ്റെ കുട്ടികളെ, മോഹം ഇല്ലാതായാൽ മോക്ഷം, ശരീരനാശത്തിനു ശേഷം മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന് നിയമമില്ല. ശാരീരിക പ്രാരാബ്ധത്തെ ശരീരം അനുഭവിക്കുമ്പോൾ തന്നെ ജീവാത്മാവ് മുക്താവസ്ഥയിൽ ആകാം. അങ്ങനെയുള്ളവരെ ജീവൻ മുക്തന്മാർ എന്ന് പറയുന്നു. തൻ്റെ ഇഷ്ടദൈവത്തിൻ്റെ ലോകത്തിൽ വസിക്കുന്നത് സാലോക്യമുക്തി. കുറെ കൂടി പുണ്യം നേടിയവർക്ക് ഇഷ്ടദൈവത്തിൻ്റെ സമീപത്ത് താമസിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. ഇത് സാമീപ്യമുക്തി. അതിലധികം വിശേഷ പുണ്യങ്ങൾ നേടിയവർക്ക് ഇഷ്ടദൈവത്തിൻ്റെ രൂപം സ്വീകരിക്കുവാൻ കഴിയുന്നു. ഇതിനെ സാരൂപ്യമുക്തി എന്ന് പറയുന്നു. അതിൽ കൂടുതൽ വിശേഷ സ്ഥിതിയിൽ എത്തുന്നവർ ഇഷ്ടദേവതയുടെ ചൈതന്യവുമായി ലയിക്കുന്നു. ഇത് സായുജ്യമാകുന്നു. ഒരു പ്രത്യേക ആധ്യാത്മിക സ്ഥിതിയിലുള്ള ദത്തഭക്തന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സാലോക്യമുക്തി അനുഭവിക്കുന്നു. ശരീരം മാത്രം പ്രാരബ്ധത്തെ അനുഭവിക്കുന്നു. അവരുടെ മനസ്സ് ശ്രീദത്തൻ്റെ പാതാരവിന്ദങ്ങളിൽ ഏകാഗ്രമാക്കി സൃഷ്ടിയുടെ ധർമ്മത്തെയും ധർമ്മസൂക്ഷ്മതകളെയും സൃഷ്ടി നിർവഹിച്ച അതിവിചിത്രമായ വിധാനങ്ങളെയും തങ്ങളുടെ അന്തർദൃഷ്ടി കൊണ്ട് അവലോകനം ചെയ്ത് ആനന്ദത്തെ അനുഭവിക്കുന്നു. സ്വാർത്ഥരഹിതരായ യോഗീശ്വരന്മാരുടെ എല്ലാ ദിവ്യശക്തികളും അവരുടെ പ്രയത്നം കൂടാതെ പ്രപഞ്ചക്ഷേമത്തിനായി ഉപയോഗിക്കപ്പെടുന്നു. ഇഹലോക ജീവിതം നയിക്കുമ്പോൾ തന്നെ സാമീപ്യമുക്തി നേടുന്നവരുണ്ട്. അവർ തങ്ങളുടെ അന്തർദൃഷ്ടി കൊണ്ട് ദത്തപ്രഭുവിൻ്റെ ദിവ്യലീലകൾ സാലോക്യ ഭക്തന്മാരേക്കാൾ വിശ്ലേഷണാത്മകമായി അറിയുന്നു. അവർക്ക് ലഭിക്കുന്ന ആനന്ദം വളരെ വലുതായിരിക്കും. ജീവൻ ശരീരത്തിൽ ബന്ധിക്കപ്പെടുമ്പോൾ അനേകം ഗുണങ്ങളോടും വാസനകളോടും ആഗ്രഹങ്ങളോടും കൂടെയാണ് ബന്ധിക്കപ്പെടുന്നത്. പരിണാമം പുരോഗമിക്കും തോറും ഭാരം കുറഞ്ഞു വരുന്നത് ജീവി അറിയുന്നു. ഈ ലഘുത്വാനുഭവം അതിമാത്രം ആനന്ദകരമാണ്. സായുജ്യം നേടുന്ന ദത്തഭക്തരിൽ നിന്ന് ദത്തലീലകൾ യഥേച്ഛം പ്രകടിതമാകുന്നു. ശ്രീദത്തനൊരു സങ്കല്പമുണ്ട്. ശ്രീദത്തനിൽ സായുജ്യമടഞ്ഞ മഹായോഗികൾക്ക് സങ്കല്പമില്ല. എങ്കിലും അവരുടെ ദർശന സ്പർശന അനുഗ്രഹം ലഭിച്ച പുണ്യശാലികൾക്ക് ആ മഹായോഗികളിൽ കൂടി സദാ ശ്രീദത്തൻ്റെ രക്ഷണം ലഭിക്കുന്നു. ഇഹലോകത്തെയും പരലോകത്തെയും സംബന്ധിച്ച മഹദൈശ്വര്യങ്ങൾ നൽകുവാൻ ശ്രീപാദ ശ്രീവല്ലഭന് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യർ വിവിധ രൂപങ്ങളിലുള്ള ദേവതകളെ ആരാധിക്കുന്നു. ആ ദേവതകളെല്ലാം ശ്രീപാദൻ്റെ ദിവ്യ അംശങ്ങളാണ്. ആ ദേവതകളിൽ കൂടി ശ്രീപാദൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു. ദത്ത ആരാധനയുടെ വൈശിഷ്ട്യം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നാം വിവിധ രൂപങ്ങളുള്ള ദേവതകളെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? ശ്രീപാദനെ മാത്രം ആരാധിച്ചാൽ പോരെ? ദേവതകളും ശ്രീപാദനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നങ്ങ് പറയുന്നു. ഞങ്ങളുടെ അറിവിനായി ഇതിനെ വിശദീകരിക്കാമോ? ശ്രീ നാമാനന്ദൻ സന്തോഷപൂർവ്വം പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. അവൾ ഭർതൃഗൃഹത്തിലേക്ക് പോയി. ഒരിക്കൽ അവളുടെ ജ്യേഷ്ഠൻ അവളെ കാണുവാൻ ചെന്നു. പെൺകുട്ടിയുടെ ഭർതൃമാതാവ് അയാളോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരി ഈ വീട്ടിൽ പല മോഷണങ്ങളും നടത്തുന്നുണ്ട്. രഹസ്യമായി പാലും തൈരും മോരും നെയ്യും ധാരാളമായി കഴിക്കും. ഒരു മോഷണമൊക്കെ അറിഞ്ഞില്ലെന്ന് നടിക്കാം. ഒരുപാട് മോഷണങ്ങളായാലോ? സഹോദരൻ സഹോദരിയെ ഇപ്രകാരം ഉപദേശിച്ചു. പലതും മോഷ്ടിക്കുന്നത് ഇന്നു മുതൽ നിർത്തൂ. നീ എടുക്കുന്നതെല്ലാം വെള്ളം ചേർക്കാത്ത പാലിൽ അവിഭാജ്യ ഘടകങ്ങളായി ഉണ്ട്. അതുകൊണ്ട് നീ ആവശ്യത്തിന് വേണ്ടത്ര വെള്ളം ചേർക്കാത്ത പാല് കഴിക്കുക. പാലിൻ്റെയും തൈരിൻ്റെയും മോരിൻ്റെയും നെയ്യിൻ്റെയും ശക്തി വെള്ളം ചേർക്കാത്ത പാലിലുണ്ട്. അതുമാത്രം കഴിച്ചുകൊണ്ട് നിനക്ക് ഭർത്താവിൻ്റെ അമ്മയുടെ ശകാരം ഒഴിവാക്കാം. അതുപോലെ ശ്രീദത്തനെ ആരാധിച്ചാൽ എല്ലാ ദേവന്മാരെയും ആരാധിക്കുന്ന ഫലം കിട്ടും.
ജനങ്ങൾ പല അഭിരുചിക്കാരായതുകൊണ്ട് അവർ പല ദേവതകളെ ഭജിക്കുന്നു. ശിവനെ ഭജിച്ചാൽ വിഷ്ണു വരില്ല, വിഷ്ണുവിനെ ഭജിച്ചാൽ ശിവൻ വരില്ല. രണ്ടുപേരുടെയും കൃപ ഒരുപോലെ ആയിരിക്കും. ഭക്തന്മാരുടെ സംരക്ഷണവും ഒരുപോലെ ആയിരിക്കും. സഗുണ സാകാരങ്ങളായവയ്ക്ക് ചേർന്ന് ഭക്തിപൂർവം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ ആ കർമ്മങ്ങൾക്ക് അനുഗുണമായിരിക്കണം, അല്ലേ? അനേക ജന്മങ്ങളിലായി ചെയ്ത പാപങ്ങളുടെ ഭാരം കുറയുകയും പുണ്യഫലങ്ങൾ ധാരാളമായി വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ദത്തഭക്തി ഉദിക്കുന്നു. ദത്തഭക്തന്മാർക്ക് അസാധ്യമായി ഒന്നുമില്ല. വിധാതാവ് ഒരാളുടെ തലയിൽ എഴുതുന്നതിൽ മാറ്റം വരുത്തുവാനുള്ള ശക്തി ഒരു ദേവതയ്ക്കും ഇല്ല. എന്നാൽ ഭക്തൻ്റെ ക്ലേശത്തെ കണക്കിലെടുത്ത് ശ്രീദത്തൻ ഭക്തൻ്റെ തലയിലെഴുത്ത് മാറ്റി ഒരു പുതിയ വിധി എഴുതുവാൻ ബ്രഹ്മാവിനോട് നിർദ്ദേശിച്ചേക്കാം. ജീവികളുടെ ശാരീരിക, മാനസിക, ആധ്യാത്മിക സ്ഥിതികൾക്ക് കാരണം വിഷ്ണുവാണ്. വിഷ്ണു സ്ഥിതികർത്താവാണ്. പെട്ടെന്ന് ഒരു ജീവിയിൽ ഉഗ്രമായ യോഗശക്തി പ്രകടമാവുകയും ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും അത് താങ്ങുവാൻ അതിന് കഴിയാതെ വരികയും ചെയ്യുമ്പോൾ താൻ കത്തിജ്വലിക്കുന്ന തീയിൽ ജീവനോടെ എരിയുന്നതായി അതിന് തോന്നുന്നു. ഒരു ജീവിയെ അതിൻ്റെ ജീവിതയാത്ര ശരിയായ വിധം മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിൻ്റെ കർമ്മത്തിനനുസരിച്ച് തക്കതായ സ്ഥിതിയിൽ നിലനിർത്തുവാനും വിഷ്ണു സഹായിക്കുന്നു. ശ്രീകൃഷ്ണനും ദത്തഭഗവാനുമായി വ്യത്യാസമില്ല. ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി. ഇത് സാധാരണക്കാർക്ക് പോലും അറിയാം. എന്നാൽ ഗോപന്മാരും ഗോപികകളും അവരുടെ മുജ്ജന്മങ്ങളിൽ ഋഷികളായിരുന്നു. പർവ്വതങ്ങൾ യോഗഗ്രന്ഥികളാണ്. ഗ്രന്ഥികൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതിശക്തിയായുള്ള യോഗശക്തി നൃത്തം തുടങ്ങുന്നു. ജീവാത്മാവ് അത്യന്ത ലാഘവവും സ്വാസ്ഥ്യവും അനുഭവിക്കുന്നു. ഈ സൂക്ഷ്മസ്ഥിതിയിൽ നിന്ന് മഹത്തരമായ യോഗാനന്ദം ലഭിക്കുന്നു. ഈ സൂക്ഷ്മസ്ഥിതി ലഭിക്കുവാൻ അനേകം ജന്മങ്ങൾ എടുക്കേണ്ടതായി വരും. ശ്രീകൃഷ്ണൻ തൻ്റെ ആശ്രിതരുടെ ഭാരങ്ങൾ വഹിച്ച് അവരുടെ ഗ്രന്ഥികളെ നശിപ്പിച്ച് അവരെ ജീവൻ മുക്തന്മാരാക്കി. ഇത് ഒരു ആധ്യാത്മിക രഹസ്യമാണ്. ഭൗതികമായ കാഴ്ചപ്പാടോടെ കാണുന്നവർക്ക് അദ്ദേഹം ഗോവർദ്ധനഗിരിയെ കുടയായി പിടിച്ച് തൻ്റെ ജനങ്ങളെ രക്ഷിച്ചു എന്ന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. തൻ്റെ ഭക്തന്മാരുടെ സ്ഥിതികളെ മാറ്റണമെന്ന് ശ്രീദത്തൻ സങ്കല്പിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സാധാരണയായി നീങ്ങുന്ന പരിണാമത്തിൻ്റെ പുരോഗതിയെ ശീഘ്രതരമാക്കുവാൻ വിഷ്ണുവിനോട് നിർദ്ദേശിക്കാം. ഈ പ്രക്രിയയിൽ ഭക്തൻ അനുഭവിക്കേണ്ടതായ എല്ലാ ക്ലേശങ്ങളെയും അയാളെ ബോധവാനാക്കാതെ അനുഭവിപ്പിക്കും. അല്ലാത്തപക്ഷം ആ ഭാരത്തെയും ചുമതലകളെയും ശ്രീദത്തൻ തൻ്റെ ചുമലുകളിൽ ചുമന്നെന്നും വരാം. എത്രമാത്രം മഹത്തായ കാരുണ്യം! ശ്രീപാദ ശ്രീവല്ലഭ അവതാരത്തിൻ്റെ പ്രധാന ലക്ഷ്യം അദ്ദേഹത്തിൽ സായുജ്യാവസ്ഥയെ അനുഭവിക്കുന്ന 1,25,000-ൽ പരം യോഗികളെ തയ്യാറാക്കിയെടുക്കലാണ്. കർമ്മബന്ധനങ്ങളുടെ കമ്പനങ്ങൾ ഇല്ലാതാക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിലെ രുദ്രഭാവം അസാമാന്യമായി ഊർജ്ജസ്വലമാകും. കോടി കോടി പൂർവ്വജന്മങ്ങളുടേതായാലും ഭാവി ജന്മങ്ങളുടേതായാലും എല്ലാ കർമ്മബന്ധനങ്ങളെയും നശിപ്പിച്ച് ആ ജീവിക്ക് അത് മോചനം നൽകുന്നു. ബ്രഹ്മൻ്റെയോ വിഷ്ണുവിൻ്റെയോ രുദ്രൻ്റെയോ ഭാവം വ്യക്തമാവുകയും അത് അദ്ദേഹത്തിൻ്റെ ഭക്തനെ വേണ്ടവിധം രക്ഷിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തെ ആശ്രയിച്ചിരിക്കും. അത്തരത്തിലുള്ള ഒരു സങ്കല്പം അദ്ദേഹത്തിൽ ഉണ്ടാകുന്നതിന് യോജിച്ച ഒരു ഭക്തിമാർഗം നാം പിന്തുടരണം. ഒരിക്കൽ പീഠികാപുരത്ത് ശ്രീപാദൻ്റെ ഒരു ആശ്രിതൻ കുതിരപ്പുറത്ത് കയറിയപ്പോൾ കുതിര അയാളെ കുടഞ്ഞെറിയുകയും അയാൾക്ക് മുറിവും ചതവും ഏൽക്കുകയും ചെയ്തു. അയാൾക്ക് ആത്മവിശ്വാസം നൽകാനായി ശ്രീപാദൻ തൻ്റെ കൈ ഉയർത്തിയപ്പോൾ അയാളുടെ പരുക്കുകളെല്ലാം അപ്രത്യക്ഷമായി. ശ്രീപാദനിൽ വിശ്വാസം ഇല്ലാതിരുന്ന മറ്റൊരാൾക്ക് ഒരു പാത്രം കിട്ടി. അതിൽ 100 വരാഹൻ ഉണ്ടായിരുന്നു. ഈ അനൗചിത്യത്തെക്കുറിച്ച് ശ്രീ വെങ്കടപ്പയ്യ ശ്രേഷ്ഠി ശ്രീപാദനോട് ചോദിച്ചു. ശ്രീപാദൻ വിശദീകരിച്ചു. ഇന്ന് എൻ്റെ ഭക്തൻ്റെ മരണ ദിവസമാണ്. ഞാൻ അയാളുടെ ജീവിതകാലം 20 വർഷം നീട്ടിക്കൊടുത്തു. അയാളുടെ ഏകാഗ്രചിത്ത ഭക്തിക്കുള്ള സമ്മാനമാണ് അത്. 100 സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയ മറ്റേയാൾക്ക് വലിയൊരു നിധി കിട്ടേണ്ട ദിവസമായിരുന്നു ഇന്ന്. ഭക്തിയുടെ ഒരു കണിക പോലും അയാളിലില്ല. അയാൾ ഭക്തന്മാരെ പരിഹസിക്കുന്നു. അയാളുടെ മഹാഭാഗ്യത്തെ 100 നാണയങ്ങളായി ഞാൻ ചുരുക്കി. ഞാൻ എൻ്റെ ഭക്തന്മാരുടെ ദാസദാസനാണ്. എൻ്റെ ഭക്തനാണ് യഥാർത്ഥ ചക്രവർത്തി. അയാൾക്ക് എന്നെ തൻ്റെ മനസ്സിൽ ബന്ധിക്കാൻ കഴിയും. 3 ലോകങ്ങളുടെയും അധീശനായ പരമേശ്വരൻ പോലും ദാസനായി എൻ്റെ ഭക്തനെ സേവിക്കും.
ഇങ്ങനെ അദ്ദേഹം സദ്വിഷയങ്ങൾ വിവരിക്കുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ശ്രീ നാമാനന്ദൻ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ആനന്ദഭരിതരായി. ബ്രാഹ്മണ സഹോദരന്മാർ നാമാനന്ദനോട് തങ്ങളുടെ പാപകർമ്മങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ അപേക്ഷിച്ചു. നാമാനന്ദൻ പറഞ്ഞു, ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് മണ്ഡലദീക്ഷ അനുഷ്ഠിക്കൂ. കഠിനമായ കായിക അധ്വാനം ചെയ്ത് പണം സമ്പാദിക്കൂ. ആ പണം കൊണ്ട് സദ്ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്യൂ. നിങ്ങളുടെ പാപം ശമിക്കും. പാപം ശമിച്ചതിൻ്റെ അടയാളമായി നിങ്ങൾക്ക് നേരിട്ടോ സ്വപ്നത്തിലോ ശ്രീപാദൻ്റെ ദർശനം ലഭിക്കും. മണ്ഡലദീക്ഷ കഴിഞ്ഞാലും സദാചാരം പാലിക്കണം. സൂക്ഷ്മക്കുറവുകൊണ്ട് വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ശ്രീപാദനിൽ നിന്ന് വളരെ വലിയ ശിക്ഷ കിട്ടും. അനഘാസഹിത ദത്താത്രേയ ആരാധന പവിത്രമാണ്. സുശീല എന്ന ബ്രാഹ്മണ സ്ത്രീ തൻ്റെ സങ്കടങ്ങൾ തീർക്കുവാനുള്ള ഉപായം നിർദ്ദേശിക്കുവാൻ നാമാനന്ദനോട് അപേക്ഷിച്ചു. നാമാനന്ദൻ പ്രസന്ന ചിത്തനായി ഇപ്രകാരം പറഞ്ഞു, ആത്മാവ് നിത്യമാണ്. മനസ്സ് നിമിഷം തോറും പല കോടി പ്രാവശ്യം മരിക്കുകയും പുനർജനിക്കുകയും ചെയ്യുന്നു. ഭാര്യാഭർത്തൃ സംഗമ സമയത്ത് അതിൽ ഒരാൾക്കോ രണ്ടാൾക്കുമോ മാനസിക ചൈതന്യം ജീവ-നിർജീവ സ്ഥിതികളുടെ ഇടയിൽ അകപ്പെട്ടതായി അനുഭവപ്പെടുകയാണെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടി ഒരു നപുംസകമായിരിക്കും. സന്തുഷ്ട വിവാഹ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന ഒരാൾ ആ മഹാദോഷഫലത്താൽ നപുംസകമായി തീരുന്നു. ഒരു നപുംസകത്തിൻ്റെ ജീവിതം നരകജീവിതമാണ്. പുരുഷത്വമില്ലായ്മയുടെയും അതുപോലെ ഒരു നപുംസകത്തിൻ്റെ ഭാര്യയാകേണ്ടി വരുന്നതിൻ്റെയും ചില കാരണങ്ങൾ ഇനി പറയാം. സ്നേഹത്തോടെ ജീവിക്കുന്ന ദമ്പതികളെ വേർപെടുത്തൽ, ഒരു കർക്കശക്കാരിയുടെ ധിക്കാരം കാണിച്ചുകൊണ്ട് പുത്രഭാര്യയെ പലവിധത്തിൽ ബുദ്ധിമുട്ടിക്കൽ, നിർദാക്ഷിണ്യം, ശിശുഹത്യയും സ്ത്രീഹത്യയും ചെയ്യൽ, നിസ്സഹായരായ അനാഥരോട് ക്രൂരമായി പെരുമാറൽ, ഇവ ചില കാരണങ്ങളാണ്. ഒരു സ്ത്രീയിൽ നിന്ന് 10 സന്താനങ്ങളെ ലഭിക്കുവാൻ ഒരു പുരുഷന് അവകാശമുണ്ട്. അതിലധികം ഒരു സ്ത്രീയിൽ നിന്ന് ഉണ്ടാകുന്നത് ധർമ്മവിരുദ്ധമാണ്. അതിനുശേഷം അവരോട് അമ്മയോട് എന്ന പോലെ പെരുമാറണം. അമ്മ ഭർത്താവിൻ്റെ നപുംസകത്വം നീക്കുവാനും പുരുഷത്വം വീണ്ടെടുക്കുവാനും ഒരു അനുകൂല ദാമ്പത്യ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ സുഖങ്ങളും അനുഭവിക്കുവാനും അനഘാവ്രതം ആചരിക്കുകയും അനഘാ സമേത ദത്താത്രേയനെ സന്തുഷ്ടനാക്കുകയും ചെയ്യൂ. ശ്രീദത്തൻ തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. ശ്രീപാദ ശ്രീവല്ലഭനെ ഭജിക്കുന്നവർക്ക് ഇഹലോക സുഖവും പരലോക സുഖവും സുലഭമായി ലഭിക്കും. ശ്രീ ബാപ്പനാര്യ തൻ്റെ പൗത്രനെ സാക്ഷാൽ ദത്താത്രേയനായി ദർശിച്ച് സിദ്ധമംഗള സ്തോത്രം ചൊല്ലി. ദത്തദർശനം കൊണ്ടുണ്ടായ അനുഭൂതിയോടെ ഉച്ചരിച്ച അക്ഷരങ്ങൾ വളരെ ശക്തിയുള്ളതായിത്തീരുന്നു. ഓരോ അക്ഷരത്തിലും യുഗയുഗാന്തം വരെ നീളുന്ന ചൈതന്യം വിലസിയിരുന്നു. അവയിൽ വ്യാകരണദോഷം നോക്കേണ്ടതില്ല. ഈ സിദ്ധമംഗള സ്തോത്രം ചൊല്ലുന്നതിന് നിബന്ധനകളോ നിയമങ്ങളോ ഇല്ല. ഈ സ്തോത്രം ശ്രീ ബാപ്പനാര്യ ചൊല്ലിക്കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആ സ്തോത്രം എൻ്റെ മനസ്സിൽ മാറ്റൊല്ലിക്കൊള്ളുന്നു. കേൾക്കൂ. സിദ്ധമംഗള സ്തോത്രം. ശ്രീപാദനന്ദ ശ്രീവിഭൂഷിത അപ്പലലക്ഷ്മീ നരസിംഹരാജ जय विजयी भव दिग्विजयी भव श्रीमदखण्डा श्रीविजयी भव श्रीविद्याधरि राधसुरेखा श्रीराघीधर श्रीपादा जय विजयी भव दिग्विजयी भव श्रीमदखण्डा श्रीविजयी भव माता सुमती वात्सल्यामृतपरिपोषित जय श्रीपादा जय विजयी भव दिग्विजयी भव श्रीमदखण्डा श्रीविजयी भव सत्यऋषीश्वर दुहितानन्दन बापनार्यनुत श्रीपादा जय विजयी भव दिग्विजयी भव श्रीमदखण्डा श्रीविजयी भव सवितृकाठकचयन पुण्यफल भरद्वाज ऋषिगोत्र संभवा जय विजयी भव दिग्विजयी भव श्रीमदखण्डा श्रीविजयी भव दो चौपादी देवलक्ष्मी घन संख्या बोधित श्रीचरण जय विजयी भव दिग्विजयी भव श्रीमदखण्डा श्रीविजयी भव पुण्यरूपिणी राजमाम्बसुतगर्भ पुण्यफल संजाता जय विजयी भव दिग्विजयी भव श्रीमदखण्डा श्रीविजयी भव सुमती नन्दन नरहरि नन्दन दत्तदेव प्रभु श्रीपादा
जय विजयी भव दिग्विजयी भव श्रीमदखण्डा श्रीविजयी भव। पीठिकापुरनित्यविहारा मधुमतिदत्ता मङ्गलरूपा। जय विजयी भव दिग्विजयी भव श्रीमदखण्डा श्रीविजयी भव। പരമപവിത്രമായ ഈ സിദ്ധമംഗള സ്തോത്രം ചൊല്ലിയാൽ അനഘാഷ്ടമി വ്രതം ആചരിക്കുകയും 1000 സദ്ബ്രാഹ്മണർക്ക് ഭോജനം നൽകുകയും ചെയ്യുന്നതിന് തുല്യമായ ഫലം ലഭിക്കും. മണ്ഡലദീക്ഷ ആചരിക്കുകയും ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും കഠിന കായിക അധ്വാനം കൊണ്ട് കിട്ടിയ പണം കൊണ്ട് 1000 സദ്ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്യുകയും ചെയ്യുന്നതിന് തുല്യമായ ഫലം ലഭിക്കും. ഈ സ്തോത്രം അതിന് തക്ക യോഗ്യതയുള്ളവർ ചൊല്ലും. ഇത് ചൊല്ലുന്നവർക്ക് സിദ്ധപുരുഷന്മാരുടെ ദർശനവും സ്പർശനവും ലഭിക്കും. മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കും. മനസാ വാചാ കർമ്മണ ദത്താരാധന ചെയ്യുന്ന ഭക്തന്മാർ ഈ സ്തോത്രം ചൊല്ലുമ്പോൾ അവർക്ക് ശ്രീപാദൻ്റെ അനുഗ്രഹം ലഭിക്കും. ഈ സ്തോത്രം ചൊല്ലുന്ന ഇടങ്ങളിൽ സൂക്ഷ്മ വായുമണ്ഡലങ്ങളിൽ നിന്നുള്ള സിദ്ധന്മാർ അദൃശ്യരായി സഞ്ചരിക്കും. ശ്രീപാദൻ്റെ അനുഗ്രഹം കൊണ്ട് നപുംസകത്വം മാറുന്നത്. ശ്രീ നാമാനന്ദനിൽ നിന്നുള്ള ഈ അമൃതവചനങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുദിച്ചു. ഞാൻ പറഞ്ഞു, മഹാപുരുഷ, ഈ ദിവ്യസ്തോത്രം ചൊല്ലിക്കൊണ്ടും ശ്രീപാദൻ്റെ ദിവ്യലീലകളുടെ കഥകൾ പറഞ്ഞുകൊണ്ടും ഈ രാത്രി ഈ ആശ്രമത്തിൽ ചെലവഴിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരുണ്യപൂർവ്വം ഞങ്ങളെ അതിന് അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സുശീലയും ബ്രാഹ്മണ സഹോദരന്മാരും എൻ്റെ ആശയത്തോട് യോജിച്ചു. പ്രസന്ന ഹൃദയനായ ശ്രീ നാമാനന്ദൻ അത് അനുവദിച്ചു. രാത്രി മുഴുവൻ ശ്രീപാദ നാമജപവും ശ്രീപാദ കഥകളും സിദ്ധമംഗള സ്തോത്ര ആലാപനവുമായിരുന്നു. പ്രഭാതത്തിൽ ശ്രീപാദന് ശ്രീ മഹാമംഗള ആരതിയും അർപ്പിക്കപ്പെട്ടു. മഹാമംഗളഹാരതിക്ക് ശേഷം ആശ്രമത്തിലേക്കൊരു വണ്ടിക്കാരൻ ഒരു ഇരട്ട കാളവണ്ടി നിറയെ ഭക്ഷ്യവസ്തുക്കളുമായി വന്നു. വണ്ടിക്കാരൻ സുശീലയോട് അവരുടെ ഭർത്താവിൻ്റെ അച്ഛനമ്മമാരും ഭർത്താവും ഉടൻ തന്നെ മറ്റൊരു വണ്ടിയിൽ അവിടെ എത്തുമെന്ന് പറഞ്ഞു. അയാൾ ഭക്ഷണ സാധനങ്ങൾ ഇറക്കി വണ്ടിയും കൊണ്ട് ഉടൻ പോയി. ആ സമയത്തെല്ലാം നാമാനന്ദൻ ധ്യാനത്തിലായിരുന്നു. ധ്യാനത്തിൽ നിന്ന് ഉണർന്ന നാമാനന്ദൻ മനക്ഷോഭത്തോടെ ചോദിച്ചു, ആ വണ്ടിക്കാരൻ എവിടെ? അയാൾ അപ്പോൾ തന്നെ പോയി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാം എത്ര വലിയ ഭാഗ്യശാലികൾ! എനിക്ക് മാത്രം ഭാഗ്യമില്ലാതെ പോയി. ഈ വിലപനം കേട്ട് ഞങ്ങളെല്ലാം വിസ്മയിച്ചു. അദ്ദേഹം പറഞ്ഞു, ശ്രീപാദൻ പരമകാരുണ്യമൂർത്തിയാണ്. അദ്ദേഹമാണ് വണ്ടിക്കാരനായി വന്ന് നിങ്ങൾക്ക് ദർശനം തന്നത്. അമ്മേ സുശീലെ, നീ വലിയ ഭാഗ്യവതിയാണ്. നിന്റെ ഭർത്താവിൻ്റെ നപുംസകത്വം നീക്കം ചെയ്യപ്പെട്ടു. മാത്രമല്ല, നിന്റെ ഭർത്താവും അയാളുടെ മാതാപിതാക്കളും അല്പസമയത്തിനുള്ളിൽ ഇവിടെ വരും. ത്രികാലജ്ഞനായ ശ്രീ നാമാനന്ദൻ പ്രവചിച്ചതുപോലെ എല്ലാം സംഭവിച്ചു. സുശീല ഭർത്താവിൻ്റെയും അയാളുടെ മാതാപിതാക്കളുടെയും കൂടെ അവരുടെ ഗൃഹത്തിലേക്ക് പോയി. ഞാനും ആ 2 ബ്രാഹ്മണരും കുരുംഗഠയിലേക്ക് പോകാൻ ശ്രീ നാമാനന്ദൻ്റെ അനുവാദം നേടി. അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടെ ഞങ്ങൾ യാത്രയായി. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.